ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഏരിയ ആണ്. സോ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാലോ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പൊ റീസെന്റ് ഇയേഴ്സിലൊക്കെ ആയിട്ട് പല പല ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ആക്ച്വലി ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അത് എന്താണ്, ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണലി ആവാം, സ്റ്റാറ്റ്യൂട്ടറി ആവാം, അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്, അതിൽ നമുക്ക് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാകാം. ഇനി മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ്സ് ആൻഡ് എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റ്സ് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചിട്ടൊക്കെ പറയുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ പല പല ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത്. Then list of budget documents presented to the parliament besides the finance minister's budget speech എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ്സും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ബഡ്ജറ്റ് ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ് നമുക്ക് ഈ ഏരിയയിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്, ഒന്ന് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, AFS ഉണ്ട്, അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഫിനാൻസ് ബില്ലുണ്ട്, ദെൻ സ്റ്റേറ്റ്മെന്റ് മാൻഡേറ്റഡ് അണ്ടർ FRBM ആക്ട് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഉണ്ട്, റെസിപ്റ്റ് ബഡ്ജറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് വൺ വിച്ച് ഇസ് AFS. എന്താണ് AFS എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കറിയാലോ എന്താ AFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. The annual financial statement, the document as provided under Article 112, shows the estimated receipts and disbursement of the Government of India in 3 parts. എത്രയാണ്? 3 parts in which government accounts are kept എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ റെസീപ്സിനെയും അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചറിനെയും കാണിക്കുന്നു. ഇനി AFS കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിലെന്താണ്, ഒരു 3 കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 3 കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്? First one is the Consolidated Fund of India, second one is Contingency Fund of India, and the third one is the Public Account of India എന്നുള്ളതാണ്. It distinguishes the expenditure on revenue account from the expenditure on other accounts as is mandated in the Constitution of India എന്നുള്ളതാണ്. അതായത് പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ. എന്തിനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ AFSനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്, അല്ലേ? Then estimates of receipts are classified into tax receipts, non-tax receipts, capital receipts, and also those which are on revenue account and other which are capital account of India. അപ്പോൾ പല പല റവന്യൂ സോഴ്സുകൾ നമുക്കുണ്ട്, അല്ലെ? അതിൽ ഏതൊക്കെയാണ് ഈ റെസിപ്റ്റ്സിന്റെ സോഴ്സ്? ഇപ്പൊ നമ്മൾ ഈ റവന്യൂ എന്ന് പറഞ്ഞാലും റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്, നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഏർണിങ്സ് ആണ്, അല്ലെ? നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് ടാക്സ് റെസിപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാക്സ് റവന്യൂ ഉണ്ട്. എന്താ ഈ ടാക്സ് റവന്യൂ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ടാക്സ് റവന്യൂ എന്ന് പറയാം. ഇനി എന്താണ് നോൺ ടാക്സ് റെസിപ്റ്റ്സ് അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടാക്സ് അല്ലാതെ, അല്ലെ, ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഫൈന്, പെനാൽറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈടാക്കിയിട്ട്, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ബെൽറ്റ് ഇടാത്തതിന്, ഹെൽമെറ്റ് ധരിക്കാത്തതിന് ഇതൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് നോക്കിക്കേ, അതും ഗവൺമെന്റിലേക്കുള്ള ഒരു ഇൻകം ആണല്ലോ, അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ ടാക്സ് റെസിപ്റ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയാ, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ഗവൺമെന്റിന് കിട്ടാണ്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്നുള്ള ഏർണിങ്സ് ഒക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റവന്യൂവിനൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അണ്ടറിലാണ്? റവന്യൂ അക്കൗണ്ടിന്റെ അണ്ടറിലാണ്. ദെൻ അല്ലാത്ത ഇൻകംസ്, ഏർണിങ്സ് ഒക്കെ എന്തിലേക്ക് പോകും? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഏർണിങ്സിലോട്ട് പോകും. സോ the revenue and the capital sections together make the
യൂണിയൻ ബജറ്റ്. അപ്പൊ ഇതിപ്പോ ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിയൻ ബജറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് കൈൻഡ് ഓഫ് എന്ത് വേണം, നമ്മുടെ അക്കൗണ്ട്സ് വേണം. അല്ലെങ്കിൽ രണ്ട് റവന്യൂ സെക്ഷനും അതേപോലെ തന്നെ ക്യാപിറ്റൽ സെക്ഷനും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, യൂണിയൻ ബജറ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് AFS എന്ന് പറഞ്ഞു, അതിൽ 3 കാറ്റഗറൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ റെസിപ്റ്റ്സുകൾ എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഇൻ എ നട്ട്ഷെൽ ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ പെടും, അതേപോലെ തന്നെ കണ്ടിൻജൻസി ഫണ്ട് പെടും, അതേപോലെ തന്നെ നമുക്ക് എന്താണ് പബ്ലിക് അക്കൗണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരിക? റവന്യൂ അക്കൗണ്ട് റെസിപ്റ്റ്സ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരും. അതേപോലെ തന്നെ റവന്യൂ അക്കൗണ്ട് ഡിസ്ബേഴ്സ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് ഫോർമാറ്റിൽ നമുക്ക് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ, റവന്യൂ അക്കൗണ്ട് ഡിസ്ബേഴ്സ്മെന്റ്. അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് റെസിപ്റ്റ്സ് വരും, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസ്ബേഴ്സ്മെന്റ് എന്താന്ന് വരും. അപ്പൊ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്, എന്താണ് റവന്യൂ അക്കൗണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ ഇതാണ് ആക്ച്വലി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. എന്താ ഈ കണ്ടിൻജൻസി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇക്കോണമിയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വരികയാണ്. ഇപ്പൊ ഒരു ഫ്ലഡ് വരാണ് അല്ലെ, ഇപ്പം നമുക്കറിയാലോ ഇവിടെ നമ്മുടെ മുണ്ടക്കൈ ദുരന്തമൊക്കെ വന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കെലാമിറ്റി വരാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർട്ടൈൻ പെർസെൻറ്റേജ് ഒരു തുക നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതിനെയാണ് ആക്ച്വലി കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡീറ്റെയിൽസ് ഓൺ ദ നെറ്റ് പൊസിഷൻ റിലേറ്റിംഗ് ടു ദ ട്രാൻസാക്ഷൻ അണ്ടർ ദ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഡോക്യുമെന്റ്സ് നമുക്ക് ഉണ്ട് അല്ലെ, ബഡ്ജറ്റിൽ പല ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു AFS ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.